ഈശോയിൽ സ്നേഹമുള്ളവരെ, പരൂസിയ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്ക ചിന്തകളിലേക്ക് സ്വാഗതം. പരിശുദ്ധ കുർബാന, അത്ഭുതങ്ങളുടെ അത്ഭുതം. ഈ ലോകം, പ്രപഞ്ചം മുഴുവനും ഒരു മഹാത്ഭുതമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യർ, സാധാരണ മനുഷ്യർ മുതൽ വലിയ വിജ്ഞാനം നേടിയ അല്ലെങ്കിൽ ബുദ്ധിസാമർത്ഥ്യത്തിൽ വളർന്നു വന്ന പഠിച്ച് വലിയവരായ ശാസ്ത്രജ്ഞന്മാർ പോലും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് തങ്ങളുടെ കണ്ടുപിടുത്തം അവസാനിച്ചുവെന്നോ ഇതുവരെ സ്ഥിരീകരിക്കാത്ത ഒരവസ്ഥയിലാണ്. അതില് ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയായ മനുഷ്യനിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇതുവരെ പൂർണ്ണമായി ഒരു ശാസ്ത്രജ്ഞന്മാരും ഒരു ഡോക്ടർമാരും ഒരു വ്യക്തികളും കണ്ടുപിടിച്ച് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോംസ് ഉള്ള 23 പേർ നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ ക്രോമസോംസിലും ആയിരക്കണക്കിന് ജീൻസ് ആണ് ഉള്ളത്. ഈ ആയിരക്കണക്കിന് ജീൻസ് ഉള്ള മനുഷ്യ ശരീരത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ഇതുവരെ കണ്ടുപിടുത്തം പൂർത്തിയാക്കിയിട്ടില്ല. എത്രമാത്രം മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത്? ഈ വലിയ യാഥാർത്ഥ്യം നാം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ ഘടന എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പൂർണ്ണമായി മനുഷ്യന്. ഓരോ ദിവസങ്ങളും കഴിയും തോറും നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പല പ്രദേശത്തും മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ചില ആശുപത്രികളിൽ ഇപ്രകാരം കൂടെ എഴുതി വച്ചിരിക്കുന്നതായി കണ്ടിട്ടുണ്ട് ഞാൻ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഗവേഷണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു മനുഷ്യന്റെ ഘടനയെക്കുറിച്ച്. ഈ 26 അല്ലെങ്കിൽ 23, 46 ക്രോമസോംസിൽ എന്തെല്ലാം സവിശേഷതകളുണ്ടെന്ന് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ മനുഷ്യ ശരീരത്തിന് എനിക്ക് ഒരു മഞ്ഞിഞ്ചേറ്റിസ് എന്ന അസുഖം വന്നപ്പോ 43 ദിവസം തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജില് റിസർച്ച് സെന്ററിൽ ഞാൻ അഡ്മിറ്റ് ആയതിനു ശേഷം എനിക്ക് 43 ദിവസം കഴിഞ്ഞ് ഓർമ്മ വന്നു. ആ ഓർമ്മ വന്ന സമയത്ത് എനിക്ക് കേൾവി ശക്തിക്ക് പ്രശ്നമാണ്. ഞാനിപ്പോ വച്ചിരിക്കുന്ന ഈ ഉപകരണം, പുറത്ത് വച്ചിരിക്കുന്ന ഒരു ഉപകരണം, അകത്ത് ഓപ്പറേഷൻ ചെയ്ത് ഒരു ഉപകരണം വെച്ചിട്ടുണ്ട്. അകത്ത് വച്ചിരിക്കുന്ന ഉപകരണത്തിന്റെ വില 5.5 ലക്ഷം രൂപ. പുറത്ത് വച്ചിരിക്കുന്ന ഉപകരണത്തിന്റെ വില 3,12,900 രൂപ. ഇത് എന്റെ ശരീരത്തിന് 23 ക്രോമസോംസിൽ ഒരു ക്രോമസോംസിൽ നിന്ന് ഉള്ള ഒരു ശരീരത്തിന്റെ അവയവം പ്രവർത്തന ശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെ അത് പ്രവർത്തിപ്പിക്കാൻ മനുഷ്യനുണ്ടാക്കിയ ഉപകരണത്തിനാണ് ഈ വില. ഇത് ഏറ്റവും കുറഞ്ഞ വിലയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരം എന്തുമാത്രം വിലയുള്ള ഒരു ശരീരമാണ്, എന്തുമാത്രം കോടികളാണ് എന്റെ ശരീരത്തിന്റെ വില. ഞാൻ അതുകൊണ്ടാണ് പലരോടും ചോദിക്കാറുണ്ട്, ഏത് ജോലി ചെയ്യുന്നവരോടും, ഓട്ടോക്കാരനായിരിക്കാം, കൂലിവേല ചെയ്യുന്നവനായിരിക്കാം, നല്ല ഗൾഫിലോ വിദേശത്തോ പണി ചെയ്ത് സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കുന്നവനായിരിക്കാം, ആര് ഞാൻ ബന്ധപ്പെട്ട് ചോദിച്ചാലും അപ്പൊ കോടീശ്വരൻ തന്നെയല്ലേ? ഞാൻ ഈ രഹസ്യം പറഞ്ഞു കൊടുക്കും. ഈ മനുഷ്യ ശരീരത്തിന്റെ ഈ അത്ഭുതം ഈ മനുഷ്യന്, ഈ ലോകത്തായിരിക്കുന്ന ഒരു മനുഷ്യനും ഇതുവരെ പൂർണ്ണമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ഈ ലോകത്ത് ജീവിക്കുന്ന
ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏത് മതത്തിൽപ്പെട്ടവരും വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവത്തെ ശരിക്കും മനുഷ്യന് ഗ്രഹിക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഒരനുഭവവും അടയാളവും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും പറയാൻ സാധിക്കും, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന. എൻ്റെ മനുഷ്യ ജീവിതം ഇങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്താണെന്ന് അടുത്ത ദിവസം നമുക്ക് ചെറുതായിട്ട് ഒന്ന് ധ്യാനിക്കാം. അത്ഭുതങ്ങളുടെ അത്ഭുതമായ പരിശുദ്ധ കുർബാനയായ യേശുവേ, ഈ പ്രപഞ്ചം തന്നെ അത്ഭുതമായി മാറിയിരിക്കുന്ന ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടി മാത്രമായ ഞാനും, മനുഷ്യനായ ഞാനും ഒരത്ഭുതമാണെന്ന ബോധ്യത്തിലേക്ക് എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും കടത്തിക്കൊണ്ടുവരാനായി നീ കൃപ കാണിക്കുന്ന നീ ഓർത്ത് 1000 നന്ദിയും സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.